ബാ ഈ ചൂടത്ത് വന്നിരിക്കേ. അങ്ങനെ നിഷ ടെൻറ്റിൻ്റെ അകത്ത് കയറി കൂടി. നേരം പരപര വെളുക്കുന്നുള്ളെങ്കിലും കിളികളെല്ലാം എണീറ്റ്. ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഹായ്, 123 ബ്ലോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഒരു പാറയുടെ മുകളിലാണ്. പുതിയൊരു സ്ഥലം, പുഴയിലല്ല, പുതിയൊരു സ്ഥലത്താണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അയ്യ, നിഷ അങ്ങ് നടന്ന് അങ്ങ് പോയി. ഞാനും ഒപ്പം എത്തട്ടെ. വേണ്ട, ഇതൊരു പാറമടയാണ്. കല്ല് പൊട്ടിച്ചുകൊണ്ടിരുന്ന, പഴയ കാലത്ത് കല്ല് പൊട്ടിച്ചുകൊണ്ടിരുന്ന ഒരു പാറമടയാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ക്യാമ്പ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ഈ പാറയിൽ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ ഒരു ചെറിയ സ്ഥലം കണ്ടുപിടിച്ചേക്കുവാണ്. ഇതാ ഇവിടെ ഒരു ടെൻ്റ് അടിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ചുറ്റും കാടാട്ടോ. ഇത് കണ്ടോ, ചുറ്റും കാടാ. ഇതാകുമ്പോൾ ഇവിടെ ടെൻറ്റ് കെട്ടാനുള്ള ഈറ്റ വെട്ടാനാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തുണ്ട്. ചുറ്റോട് ചുറ്റും കാടാ. ഭാഗ്യമുണ്ടെങ്കിൽ രാത്രി കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ കാണാം. ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ, കാട്ടുമുല്ല പൂത്ത് നിൽക്കുന്നു നിറയെ. കാട്ടുമുല്ലയാണിത്. ആദ്യം ഞങ്ങൾ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യട്ടെ. പയ്യെ വെട്ടി ഒന്നൊതുക്കി. നിഷ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നു ഇവിടെ. അതേസമയം മഴ പെയ്യാൻ വേണ്ടി നന്നായിട്ട് മഴക്കാർ കയറി നിൽക്കുന്നു. നല്ല പോലെ ഇടിയും കൊടുക്കുന്നുണ്ട്. പൊടപൊടോന്ന് കേൾക്കാം. അപ്പം മഴയ്ക്ക് മുമ്പ് ടെൻ്റൊന്ന് കെട്ടിക്കോട്ടെ. അങ്ങനെ മഴ നന്നായിട്ട് തൂളി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ആവും എന്തോ. ഓറഞ്ച് ഒരെണ്ണം കൂടെ വേണമെന്നേ, ഒട്ടും പരവില്ലായിരുന്നു. ക്യാമ്പ് ചെയ്യാനുള്ള പാറപ്പുറം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ടെൻറ്റ് കെട്ടണം. ഇല്ലേടി നിഷേ, നോക്കി. നമുക്ക് ഷട്ടറിന് ആവശ്യമായ ഈറ്റകളൊക്കെ മുറിക്കും കേട്ടോ. മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് പെട്ടെന്ന് കെട്ടാൻ വേണ്ടി ഉത്സാഹിച്ച് വെട്ടുന്നുണ്ട് ഒരാളിവിടെ നിന്ന്. ഈറ്റ വെട്ടൽ ഒരു റിസ്ക്കാണ്, പാടാ. ഇത് കൈക്കൂടെ കൊണ്ടാൽ മൊത്തം മുറിയുകയും ചെയ്യും, ചൊറിയുകയും ചെയ്യും. അതുകൊണ്ട് വെട്ടി ഷെഡ് ഉണ്ടാക്കി ഉടനെ തന്നെ കുളിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. നമുക്കധികം വണ്ണമുള്ള ഈറ്റയൊന്നും വേണ്ട, വണ്ണം കുറഞ്ഞ ഈറ്റ മതി. അതുകൊണ്ട് അത് തെരഞ്ഞു പിടിച്ച് വെട്ടുക ആണ്. നമുക്ക് ആവശ്യമായ ഈറ്റകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെട്ടി ചുമന്നുകൊണ്ട് വന്നതെല്ലാം ഇച്ചു തന്നെയാണ്. എനിക്കതിലൊന്നും ഒരു പങ്കുമില്ല. അപ്പോൾ 2-3 ഈറ്റ ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ച് ഇങ്ങനെ അങ്ങ് ഒടിച്ച് കെട്ടും. അതാണ് എളുപ്പം.
അങ്ങനെ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ പകുതി പണി പൂർത്തിയായി. ഇനി ഇതിന് മുകളിൽ കൂടെ ആ പടുത, നീലപ്പടുത കൊണ്ടുവന്നിട്ടുണ്ട്. ആ പടുത അങ്ങ് പോയിരിക്കുന്നു. അത് കഴിയുമ്പം ഇവിടെ അടുപ്പുണ്ടാക്കണം, കുക്ക് ചെയ്യണം. നമുക്ക് ചോറുണ്ണാനുള്ള ഭക്ഷണം കഴിക്കാനുള്ളത് വേണ്ടേ? അങ്ങനെ ടെൻറ്റിൻ്റെ പണി നല്ല കണ്ടീഷനാക്കി കഴിഞ്ഞു. മറ്റ് ജീവികളൊന്നും കയറാതെ ഈ സൈഡൊക്കെ അടച്ചു. അതുപോലെ ഈ സൈഡും അടച്ചു. ഇനി ഒരു ഇച്ചിരി ഇടയുണ്ട്, അതും കൂടെ അടയ്ക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടോ നിഷേ നമ്മുടെ ടെൻറ്റ്? ആ അങ്ങനെ നിഷ ടെൻറ്റിൻ്റെ അകത്ത് കയറി കൂടി. ഞാൻ ടെൻ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നിഷ കഷ്ടപ്പെട്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് വിറകൊക്കെ ചുമന്നുകൊണ്ട് വന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി 2 അടുപ്പിൻ്റെ കല്ല് എടുക്കണം, ഇതെവിടെ നിന്ന് തപ്പി എടുക്കണം. അടുപ്പ് കെട്ടാൻ ആവശ്യമായ കല്ല് എടുത്തുകൊണ്ട് വരണുണ്ട്. ഓക്കേ ഓക്കേ എന്നൊക്കെ ഞാൻ പറയും. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഇച്ചിന് ഭയങ്കര ഐഡിയാസുകളാണ്. പുള്ളി കോൺട്രാക്ടറും മേസ്ത്രിയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ഡിസൈനൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവാണ്. കാട്ടിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. എവിടെ എവിടെ? ആ വരുന്നുണ്ട്. സത്യം പറഞ്ഞ പുള്ളിയാട്ടോ എല്ലാ പണിയും ചെയ്യണേ. ഞാൻ ആകെ കുക്കിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇടക്കാല ആശ്വാസം. വിശക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കുംബറും പച്ച മാങ്ങയും ഉപ്പും മുളകും ഒക്കെ ഇട്ടങ്ങ് തിന്നാൻ തീരുമാനിച്ച്. നിഷ അരിഞ്ഞു കൂട്ടുന്നുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കണേ, ബേക്കറി പലഹാരം. അതുകൊണ്ട് ഇന്ന് ഒഴിവാക്കി ഞങ്ങൾ. അങ്ങനെ അത് മുളക് പൊടിയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നിഷ മാങ്ങ കടിച്ച് തിന്നണ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓ എൻ്റെ ദൈവമേ, പൊളിയാ. മാങ്ങ തിന്നു നോക്കാം. ആദ്യം ഇത് തന്നെ തല്ല, പല്ല് പൊളിക്കല്ലേ. ആ മാങ്ങയ്ക്ക് നല്ല പുളിയാ. വീട്ടിൽ നല്ല സിനിമയും ക്രിക്കറ്റൊക്കെ ഉള്ളപ്പോൾ പ്രധാന വിനോദമാണ്. ഒന്നുകിൽ വാളംപുളി തിന്നുക, ഇല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാനുള്ള പണിയാണ്. ഇല്ലെങ്കിൽ മാങ്ങയുടെ സീസണാണെങ്കിൽ മാങ്ങ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഞാൻ. അങ്ങനെ അടുപ്പ് റെഡിയായി, ടെൻറ്റ് റെഡിയായി. പിന്നെ ഇനി വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ ഇതവിടെ തോട്ടിൽ പോകണം. അതിൻ്റെ കൂടെ കുളിയും കഴിഞ്ഞേച്ച് വേണം വെള്ളം കൊണ്ടുവരാൻ. പോട്ടെ. സന്ധ്യയായി തുടങ്ങി. ഉണ്ടോ ചെമ്മാനമൊക്കെ കൊണ്ട് ശരിക്കും. മഴ പെയ്തില്ല കേട്ടോ, എന്തായാലും ഭാഗ്യത്തിന്. തോട് താഴെ കാട്ടിൻ്റെ അകത്തൊരു ചെറിയ തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് വേണം വെള്ളം എടുക്കാൻ. തെന്നിയൊന്നും വീഴല്ലേ നിഷേ കേട്ടോ. തോട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തോട്ടിൽ വെള്ളമില്ല. അന്നേരം ഇവിടെ ഓസ് ലീക്കായിട്ട് വെള്ളം ഉണ്ട്, ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിടിച്ച് കുളിക്കാമെന്നൊക്കെ തീരുമാനിച്ച്. കുളിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല, ചൊറിഞ്ഞ് ഊപ്പ തിരിയും ഈ ഈറ്റപ്പൊടി ഉള്ളതുകൊണ്ട്.
തോടിൻ്റെ അവിടെ ആണെങ്കിൽ ഭയങ്കര ഇരുട്ടും, കണ്ടാൽ പേടിയാവും. നോക്കിയേ, വലിയ കാടും. ചെറിയൊരു തോടാണ് ഇപ്പം, വേനലായതുകൊണ്ട് വെള്ളം പറ്റിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന അടുപ്പിലൊക്കെ തീ പിടിപ്പിച്ചു. പയ്യെ ഒരു ചെറിയ കട്ടൻ ചായയൊക്കെ വയ്ക്കുന്നു. നിഷതയെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചുറ്റും നോക്കിയാൽ ഭയങ്കര ഇരുട്ട്. ഇപ്പോൾ ഈ തീയുടെ വെളിച്ചവും ഇതുമൊക്കെ ഉള്ളൂ. ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന കപ്പ പണിയെ നിന്നു. കപ്പ കറുത്തുപോയി, കണ്ടോ, കേടായിപ്പോയി. എന്താ, കപ്പ കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റം ഒപ്പിക്കാം. ഞങ്ങൾ കപ്പയും ചേമ്പും കൂടെ ഉണ്ടാക്കാനായിരുന്നു ഇരുന്നിരുന്നത്. ഒരു കഷ്ണം കപ്പ കിട്ടിയിട്ടുണ്ട്, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് കപ്പയും ചേമ്പും കൂടെ കുക്ക് ചെയ്യുന്നു. നിഷ ചേമ്പും കപ്പയും ഒക്കെ റെഡിയാക്കുന്നു. ഞാനന്നേരം ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിച്ചേക്കാൻ നിർത്തി. കട്ടൻ ചായ. എനിക്കാണെങ്കിൽ ചെറിയ തലവേദന എടുക്കുന്നുണ്ട്. ആ തലവേദന കാരണം ചെറിയ തോതിൽ കട്ടൻ ചായ കുടിക്കുന്നു. നന്നായിട്ട് കഴുകണം കേട്ടോ നിഷേ, എന്തോ നന്നായിട്ട് കഴുകണേ. കേട്ടു കേട്ടു. കല്ല് കടിക്കരുതേ. ഞാൻ കൂടണോ കഴുകാൻ? വേണ്ട, വെള്ളം ഒഴിച്ചു തരണോ? വേണ്ട, കഴിഞ്ഞു. കപ്പ ഞങ്ങൾ ആദ്യം വേവിക്കാൻ വയ്ക്കുക. കപ്പ കുറച്ച് വെന്ത ശേഷമാണ് ചേമ്പ് വേവിക്കാൻ വയ്ക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിഷ കൊണ്ടുവന്ന മാങ്ങയും കുക്കുമ്പറും മിച്ചമുള്ളത് കഴിക്കുന്നു. ഞാൻ കട്ടൻ ചായ ഇങ്ങനെ കുടിക്കും. കൊതി വിടരുത്. നല്ലല്ലേ ഇതാ? ഇവിടെ പകല് നല്ല ചൂട്, രാത്രി തണുപ്പ്. അതുകൊണ്ട് ഇപ്പം പകല് കൂടുതലും ഇതാ കഴിക്കണേ. ഇതൊക്കെ ഒരു രക്ഷയില്ല. ചുരും ബേക്കറി പലഹാരങ്ങളും ആട്ടോ ഇഷ്ടം. ഞാൻ നിർബന്ധിക്കുന്നോണ്ട് കഴിക്കുന്നതാ. പുള്ളി മിക്സറാണ്, മിക്സറും ചിപ്സും. കപ്പ ഏതാണ്ട് വെന്ത് വരുന്നു. കപ്പയും ചേമ്പും. നിഷയാണെങ്കിൽ നമ്മുടെ ചാനലിലെ കമൻറ്റുകൾ ഇങ്ങനെ ഇരുന്ന് വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് കിടിലൻ 2 ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടൻ, അവനെ ചുട്ടെടുക്കാൻ പോവാം. ഉണക്കമീൻ ചുടുന്ന ഒരു മണം നാട്ടുകാരെല്ലാം അറിയും.
ഇവിടെ ആരോ ഉണക്കമീൻ ചുടുന്നുണ്ടെന്ന്. ഒരുപാട് കാലമായി ഉണക്കമീൻ ചുട്ട് കപ്പയും ചെണ്ടൻ കപ്പയും കാന്താരിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട്. കാന്താരി മുളക് ഞങ്ങൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണക്കമീൻ അങ്ങനെ അടുപ്പിൽ കിടന്ന് കരിമീനായെന്ന് തോന്നുന്നു. ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം ഉണക്കമീൻ ചുട്ടതും കപ്പയും ചേമ്പും കാന്താരിയും കട്ടൻ ചായയും. നല്ല കിടിലൻ കാന്താരിയും കപ്പയും. അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീൻ ചുട്ടത്. ഉണക്കമീൻ ചുട്ട് തിന്നിട്ട് കാലം കുറേയായി, കുറേ വർഷങ്ങളായി ഉണക്കമീൻ ചുട്ടിട്ട്. മീനെടുക്കുന്നില്ലേ? മീനെടുത്ത് മുഴുവൻ കഴിച്ചോ? അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാണ്. പഴയ കാലത്തെ കാരണവന്മാരുടെ ഭക്ഷണമാണിത്. കുട്ടമീനായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചുടാൻ ഏറ്റവും നല്ലത് കുട്ടമീനാണ്. വറക്കാനും അടിപൊളി. എന്താ ചേമ്പ് എങ്ങനെയുണ്ട്? ചേമ്പ് ഞാൻ കഴിച്ചു. ചേമ്പ് നല്ല അടിപൊളിയായിട്ട് വെന്തു. കാന്താരി നല്ല സെറ്റപ്പ്. ഉള്ളിൽ തരാവോ? താങ്ക് യു. ഇതിങ്ങനെ മീനും മുളകും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു നോക്കിയേ. കപ്പ എങ്ങനെയുണ്ടാ? ഇങ്ങനെ കഴിക്കണേ നല്ലത്. ഞാൻ ഒരേനെ കഴിച്ചോണ്ടിരുന്നു ഇത്ര നേരം. ഇങ്ങനെ കഴിക്കാല്ലേ? ഇങ്ങനെ കഴിക്കണം. അതറിയില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ്. ചുട്ട മീന്. ഞാൻ വറുത്ത മീനെ അങ്ങനെ അധികം കഴിച്ചിട്ടുള്ളൂ. ചുട്ടതൊക്കെ കുഞ്ഞിലേ അങ്ങോട്ട് കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ കാന്താരിക്ക് ഇച്ചിരി എരിവ് കൂടിപ്പോയി. അങ്ങനെ ഉണക്കമീൻ്റെ കഥ ഹുവ. നിഷ ഇങ്ങനെ ഇരുന്ന് കട്ടൻ ചായ കുടിച്ചു. ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഇച്ചു ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ലതായിരുന്നു. കിടക്കുന്നതിന് മുമ്പ് പരിസരങ്ങളെല്ലാം നന്നായിട്ടൊന്ന് നോക്കിക്കളയാം. ഒരു മരപ്പൊട്ടിയാണ് ഈ കാട്ടിൻ്റെ അടിയിൽ വന്നിരുന്ന എപ്പോഴും ഒളിഞ്ഞു നോട്ടമാണ്. അത് കാട്ടിൻ്റെ അകത്തായതുകൊണ്ട് അതിനായിട്ട് വീഡിയോ കിട്ടുകയില്ല. ഇടയ്ക്ക് ഉണ്ടക്കണ്ണിട്ട് നോക്കും. ഞാനും നോക്കും. ഞങ്ങളങ്ങനെ കിടക്കാനായിട്ട് റെഡിയായി. തീയൊക്കെ അതേ കൂട്ടി ഇനി പയ്യെ കിടന്നുറങ്ങണം. എല്ലായിടവും ഒന്ന് നിരീക്ഷിച്ച് വല്ല ജീവികളോ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തണം. ഒന്നുമില്ല.
സമയം ഏതാണ്ട് പാതിരാത്രി 11 മണി കഴിഞ്ഞു. ഇനിയെങ്കിലും കുറച്ച് നേരം കിടക്കണം, കുറച്ച് നേരം കിടന്നുറങ്ങണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഒരുറക്കം കഴിഞ്ഞ് കാണാം. നല്ല ഉറക്കക്ഷീണം വരുന്നുണ്ട്. ഒരുറക്കം കഴിഞ്ഞ് കാണാം. അതെ, അന്നേരത്തേക്കും നേരം വിളിക്കും. അങ്ങനെ നേരം പരപരാ വെളുക്കുക. തീ ചെറിയ തോതിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം വെളുപ്പിന് 5:37. നിഷ ദേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. നല്ല ഉറക്കുക. നിഷേ നേരം വെളുത്ത് പള്ളിയിലൊക്കെ പാട്ട് വെച്ചു. ബാ, എണീറ്റ് വാ. ഞാൻ തീയൊന്ന് കത്തിക്കട്ടെ. കൈ പൊള്ളി. സൂക്ഷിച്ച്. അയ്യോ, ഞങ്ങളുടെ മനുഷ്യനെ കടിക്കാൻ വരുവാണ്. പട്ടികൾ പേടിച്ചു പോയി എന്നെ കണ്ട്. തീ പിടിപ്പിച്ചിട്ടുണ്ട്. കട്ടൻ ചായ വെക്കട്ടെ. പാത്രം വെക്കാൻ ഒരു കമ്പ് വേണ്ടി വന്നു. വെച്ച് നോക്കട്ടെ, ചാടി പോവുന്നു പാത്രം. ഇനി ചാടി പോവില്ല. ചായക്കുള്ള വെള്ളം വെച്ച്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങൽ? നല്ലതായിരുന്നു. തണുപ്പുണ്ടായിരുന്നു എൻ്റെ അകത്ത്. പടുതയായതുകൊണ്ട് നല്ല തണുപ്പല്ലേ? സാധാരണ നമ്മുടെ ഷെഡ് കെട്ടിക്കഴിഞ്ഞാൽ ചൂടാണ്, തണുപ്പില്ല. പക്ഷെ ഇന്ന് നല്ല തണുപ്പായിരുന്നു. അത് പ്ലാസ്റ്റിക്കിൻ്റെ ടെൻ്റായതുകൊണ്ടാണ് നല്ല തണുപ്പ് വന്നത്. ബാ, ഈ ചൂടത്ത് വന്നിരിക്കേ. ചായ തിളച്ചോ? നേരം പരപരാ വെളുക്കുന്നുള്ളെങ്കിലും കിളികളെല്ലാം എണീറ്റ് തുടങ്ങി. എല്ലാം കാറിക്കൂവി ബഹളം വെച്ച് തുടങ്ങി. തൊട്ടടുത്തുനിന്നല്ല, ഇച്ചിരി അകലേന്നാണ്. അങ്ങനെ കട്ടൻ ചായ തിളച്ചു പടപടാന്ന്. വാങ്ങിക്കോ.
ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറി ഒരു റോഡുണ്ട്. ആ റോട്ടിൽ കൂടെ ആണെങ്കിൽ കുണുകുണ ആ വണ്ടി പോകുന്നുണ്ട്. ചെറിയ റോഡാണ്, പക്ഷേ ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട്. ഇപ്പം നേരം വെളുത്തപ്പോഴും വണ്ടി കുണുകുണാന്ന് പോകുന്നു. ചായ, നല്ല ചായ. നല്ല ബിസ്ക്കറ്റാ. വെളുപ്പാങ്കാലത്ത് ബിസ്ക്കറ്റും ചായ നല്ല രസമുണ്ട്. കിളികളൊക്കെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? രാത്രി ഒരു മരപ്പട്ടി ഭയങ്കര ശല്യമായിരുന്നു. ഈ ഇലയുടെ ഇടയ്ക്കൂടെ വരുന്നുണ്ട് ഒച്ച. കാടിൻ്റെ അടിയിൽ കൂടെ കര 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 കരാന്നും പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നിഷ അങ്ങ് കിടന്നുറങ്ങി. എന്ത് കിളികളല്ല കരയണേ. നല്ല രസം ഇങ്ങനെ കേട്ടിരിക്കുക. അകലേന്നെല്ലാം കിളികൾ ഇഷ്ടം പോലെ കരയണം. നേരം പരപരാന്ന് വിളിക്കുന്നുള്ളൂ. നിഷ വീണ്ടും രാവിലെ വെളുപ്പിന് ചാടി ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പുറത്തും നല്ല തണുപ്പും കാര്യമാണ്. പുറത്തും അതെ, അകത്തും ഇത്തവണ നല്ല തണുപ്പായിരുന്നു. ഇഷ്ടം പോലെ കിളികൾ കരപിലാന്ന് വെച്ച ഉണ്ടാക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് വട്ടം വീണു. ചുറ്റും നോക്കിയാൽ കാടല്ലേ. പക്ഷേ ഈ സൈഡ് ഏലകൃഷിയാണ്. ഇത് കണ്ട, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചെറിയ ഏലം നട്ടു വെച്ചിട്ടുള്ളൂ. ഇതൊരു ഇലക്ട്രിക് പോസ്റ്റ്. ഇനി നമ്മുടെ ടെൻ്റ് അഴിക്കണം. ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകളോ അങ്ങനെ വള്ളിയോ ഒന്നും ഇല്ലാതെ എല്ലാം പറക്കിയെടുക്കണം. ഈ ടെൻ്റ് കെട്ടാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വള്ളിയുണ്ട്, ചെറിയ വള്ളികൾ, അതെല്ലാം അഴിച്ചെടുക്കണം. ടെൻറ്റും പൊളിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടെൻ്റ് ഇരുന്നിടം ക്ലീൻ. ഒരു സാധനങ്ങളും ഇല്ലാതെ എല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ ഒരു സാധനങ്ങളോ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. തീയും വെള്ളം ഒഴിച്ചൊക്കെ കെടുത്തു. ശകലം പോലും തീയില്ലാതെ. അടുപ്പിലേക്ക് ഒഴിക്കും. കനലൊന്നും ഉണ്ടാവില്ല. ഓരോ സ്ഥലത്തും ഓരോ പുതിയ ക്യാമ്പിങ്ങും ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങളാണ് അല്ലേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിങ് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലോ കേട്ടോ. കമൻറ്റുകളും രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഉടനെ തന്നെ വരാം. അപ്പം ടാറ്റാ, ബൈ ബൈ.